അപ്പം ഔഷധക്കഞ്ഞി, അതായത് കർക്കിടം പ്രമാണിച്ചിട്ട് ക്ഷേത്രത്തിൽ 30 ദിവസം കൊടുത്തു വരുന്ന ഔഷധക്കഞ്ഞിയാണ്. കർക്കിടകം പ്രമാണിച്ച് നന്തങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ 1 മാസം ഔഷധക്കഞ്ഞി കൊടുത്തു വരുന്നു. ഇന്ന് തൊഴാനായി വന്നപ്പോൾ ഔഷധക്കഞ്ഞിയെ പറ്റിയും അതിന്റെ ഗുണങ്ങളെ പറ്റിയും പരിചയപ്പെടുത്താമെന്ന് കരുതി. എല്ലാ ദിവസവും വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര മേൽശാന്തി വന്ന് നേദിച്ചതിന് ശേഷമാണ് ഭക്തർക്ക് ഔഷധക്കഞ്ഞി കൊടുത്തു വരുന്നത്. 12 വർഷം കൊണ്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 18 ഐറ്റം ഔഷധ പൊടികളും 17 ഐറ്റം പച്ചില മരുന്നുകളും ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. 15 തേങ്ങ, 10 കിലോ കരിപ്പോട്ടി, 15 കിലോ അരി, ഇങ്ങനെയാണ് ഡെയിലി 1 മാസം 31 ദിവസം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കവടിയാട് മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ കർക്കിടകം 1 മുതൽ ഔഷധക്കഞ്ഞി വിതരണമുണ്ട്. എല്ലാവിധ മഹാദേവനെ കുറിച്ചുള്ള എല്ലാ പൂജാവിധികളും ഇവിടെ നടത്താറുണ്ട്. ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യം, ശരീരം ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള മായ ചേർന്ന ആഹാരം കഴിച്ച് നമ്മുടെ ശരീരമൊക്കെ വളരെ ജീർണിച്ചിരിക്കുകയാണ്. ആ അവസരത്തിൽ ഈ 1 മാസം ഈ കഞ്ഞിയുടെ ഔഷധം സേവിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസവും ഭഗവാന്റെ കൃപയും നമ്മൾ അനുഭവിക്കും. പിന്നെ കഞ്ഞി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഭാരവാഹികൾ കഞ്ഞി ഉത്തരവാദിത്വത്തോടു കൂടിയും അതിൽ ചേർക്കേണ്ടുന്ന വിഭവങ്ങളെല്ലാം ചേർത്ത് തന്നെയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക രുചിയും അതൊരു ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. അതിനിവിടുത്തെ ശാഖാ ഭാരവാഹികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. അവരുടെ ഒരുപാട് ഉള്ള രാപകലുള്ള പരിശ്രമമാണ് സന്ധ്യയ്ക്ക് ഈ കഞ്ഞിയായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഈ ഗ്ലാസ്സിൽ പകർന്നു കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്രോളം സാധിക്കുന്നവരെല്ലാവരും വന്ന് ഈ ഔഷധി ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുതതിന് ശേഷം ഈ കഞ്ഞി സേവിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഞങ്ങൾ ഇത്രയും നേരം ഇവിടുത്തെ മാതൃസമിതിയുടെ അംഗങ്ങളാണ്. ഇവിടെ ഒരു മാതൃസമിതി പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് നിങ്ങളെ ഈ ഒരു ഞങ്ങളെ പറ്റിയുള്ള വിവരം പുറത്തറിയിക്കാൻ വന്നതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഭക്തജനങ്ങളുടെ ആരോഗ്യ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ ഔഷധക്കഞ്ഞി കൊടുക്കുന്നത്. എല്ലാ വർഷവും അത് കൊടുത്തു വരാറുണ്ട്. ഒരു 50 കൂട്ടം പച്ചില മരുന്നുകളും ബാക്കിയുള്ള ആയുർവേദ മരുന്നുകളും ചേർത്താണ് ഇത് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഇത് വാങ്ങിക്കാനായിട്ട് ദിവസവും വൈകുന്നേരം ഇവിടെ വരാറുണ്ട്, കുടിക്കാറുമുണ്ട്. എല്ലാവരെയും നമുക്ക് നല്ല പ്രോത്സാഹനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള പ്രചോദനം ഈ കമ്മിറ്റിക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്ത വർഷം ഇതിനെക്കാര്യം ഗംഭീരമായിട്ട് ചെയ്യാനാണ് ഞങ്ങളെ തീരുമാനം. മനസ്സും ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കാനായി ഈ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ക്ഷേത്രത്തിൽ നിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് ഔഷധ കിറ്റ് വാങ്ങിച്ച് തയ്യാറാക്കി കഴിക്കുകയോ ചെയ്യും. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം സ്പാർക്ക് കപ്പിൾസ്.